വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ഇന്നതിൽ പങ്കുചേർന്നവർക്കും ഈ ലോകം മുഴുവനുള്ളവരോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. എന്നാൽ സങ്കീർത്തനം 37-ന്റെ 5-ാമത്തെ തിരുവചനമാണല്ലോ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവം എന്നോട് സംസാരിച്ചാണ്. അനേകം മക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകം മക്കൾ ദേവാലയത്തിലും ഉപവാസവും ജപമാലയും ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസം എവിടെയെന്ന് ഒന്ന് ചോദിക്കാനായിട്ട് പറയുകയാണ്. ഇത്രയൊക്കെ വചനങ്ങൾ കേട്ടിട്ടും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒക്കെയും നാം പലപ്പോഴും ദൈവകരങ്ങളിലെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ ആ ഭാരവും ആ ദുഃഖങ്ങളും ആ രോഗങ്ങളും ഇന്നും ഭാരമായിട്ട് താങ്ങിക്കൊണ്ട് നടക്കുകയല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. സത്യമായിട്ടും ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ചെങ്കിൽ ആ പരമേൽപ്പിച്ച ആ കാര്യം പിന്നെ എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ സ്വതന്ത്രനാണ്. അതുകൊണ്ടാണ് ഇവിടെ 37-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം പറയുന്നു, നിന്റെ ജീവിതം, അതിനെക്കുറിച്ച് എല്ലാം നല്ല രീതിയിൽ അറിയാവുന്ന ദൈവം തമ്പുരാനാ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനെ കുറിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണെന്ന്, അത് ശുഭമായ ഭാവിക്കുള്ളതാണെന്നും തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജെറമ്യാ 29-ന്റെ 11-ാമത്തെ വചനത്തിൽ കൂടി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പറയാണ്, നിന്റെ ജീവിതം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാനായിട്ട് പറയുക, പരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാല് ഇതാ എനിക്ക് ജീവിതം തന്ന ദൈവത്തിൽ തന്നെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും പരമേൽപ്പിക്കുമ്പോൾ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളുമെന്ന് ഒരു വിശ്വാസമുണ്ട്. പലപ്പോഴും എൻ്റെ അടുക്കൽ നിങ്ങൾ പറയുമ്പോഴേ, പ്രാർത്ഥന സഹായമൊക്കെ ആവശ്യപ്പെടുമ്പോഴേ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എന്നിലെ. കാര്യം ബ്രദറെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന വഴി ബ്രദറിനെ പരമേൽപ്പിച്ചു, ആ വിശ്വാസം നിങ്ങൾക്കുണ്ട്. എന്നെ പരമേൽപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ബ്രദർ പ്രാർത്ഥിച്ചു ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്ന്. പക്ഷെ ഞാൻ കർത്താവിൽ പരമേൽപ്പിക്കുക. നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ കർത്താവിൽ പരമേൽപ്പിക്കുകയും എനിക്ക് കർത്താവിൽ ഒരു വിശ്വാസമുണ്ട്, അവിടുന്ന് ആ കാര്യങ്ങളെ എല്ലാം ക്രമീകരിച്ച് തരുമെന്ന്. ഈ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങളും വളരാൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശങ്ങളൊക്കെ തരുന്നത് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ഞാനിതാ എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു, എൻ്റെ ഭർത്താവിനെ സമർപ്പിക്കുന്നു, എൻ്റെ ആരോഗ്യത്തെ സമർപ്പിക്കുന്നു, എൻ്റെ കടബാധകളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയല്ലാതെ ആ ഭാരം നിന്നിൽ നിന്ന് ഒഴിയാത്തതിന്റെ കാരണം നീ പരമേൽപ്പിക്കുകയും ദൈവം തമ്പുരാൻ അതിൽ ഇടപെട്ട് ആ കാര്യങ്ങൾ നടത്തി തരുമെന്ന് നിനക്കൊരു വിശ്വാസവും ഉണ്ടായിരിക്കണം. ആ വിശ്വാസമാണ് നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസം നമ്മുടെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇന്നും ഭാരം വഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും നമ്മളെ വിട്ടു മാറുന്നില്ല. കാരണം ഇതാണ്, നമ്മൾ പരമേൽപ്പിക്കുന്നു എന്ന് പറയുകയല്ലാതെ നമ്മൾ പരമേൽപ്പിക്കുന്നില്ല. പരമേൽപ്പിച്ചാൽ നീ നിശ്ചയമായിട്ടും സ്വതന്ത്രനാണ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-2 തിരുവചനം നമ്മളെ വ്യക്തമാക്കി പറയുകയാണ്, ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് മോചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അടിമത്തത്തിലേക്ക് പോകരുത്. പലപ്പോഴും അടിമത്തത്തിലേക്ക് പോകുന്നുണ്ട് അവിശ്വസ്തത, വിശ്വാസക്കുറവ്, പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്നില്ലെന്നുള്ള നിരാശ. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുക, ഭാരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. കാര്യം കർത്താവിനെ പരമേൽപ്പിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ വേറെ ആരെക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് ദൈവത്തിലാണ്. കാര്യം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൽ പരമേൽപ്പിച്ച് കഴിഞ്ഞാൽ
ദൈവം തമ്പുരാൻ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളും എൻ്റെ ഭാരങ്ങളും എല്ലാം എന്നിൽ നിന്ന് മാറിപ്പോകും എന്ന് ഈശോയുടെ ആ തിരുവചനം പൗലോസ്ലിയ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടി പറയുകയാണ്. ചാപ്റ്റർ 5 വേഴ്സ് 1 and 2 എന്നാ അവിടെ പറയുന്നത്? ഒന്നാമത്തെ വചനം പറയാണ്, സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചത്. അപ്പൊ എൻ്റെ ദുഃഖങ്ങളും വേദനകളും എന്നെ നിന്ന് അകന്നു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിനെ പരമേൽപ്പിക്കണം. ഈ ധ്യാനം കഴിഞ്ഞിട്ട് പലപ്പോഴും ഞാൻ പറയുന്നതാണ്, സൂമി കയറെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചെങ്കിൽ ഞാൻ കർത്താവിനെ പരമേൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകും. ഈ പ്രാർത്ഥന വഴി ദൈവം തമ്പുരാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് ഒരു വിശ്വാസം വേണം. പലപ്പോഴും കർത്താവിനെ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നിരാശ, നമ്മുടെ ദുഃഖങ്ങൾ മാറുന്നില്ല, വേദനകൾ മാറുന്നില്ല, സ്വസ്ഥതയില്ല. ഒരു ബന്ധനത്തിലായി തീരുക. നമ്മൾ തന്നെ ബന്ധനം ഉണ്ടാക്കുക, നമ്മൾ തന്നെ ബന്ധനം സൃഷ്ടിക്കുകയാണെന്ന് ഞാൻ പറയും. കാര്യം എന്താണെന്നറിയോ? കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല. കാര്യം ഞാൻ പരമേൽപ്പിച്ചേക്കുന്ന സർവശക്തനായ ദൈവം, സകലത്തിന്റെ ഉടയവനായ ദൈവം, സകലത്തിന് മതിയായനായ ദൈവം, എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള ദൈവം, അതിരുകളില്ലാത്ത ദൈവം, അതിരുകളില്ലാത്ത യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്ത ദൈവം നിശ്ചയമായിട്ടും നിന്റെ കാര്യം ചെയ്തു തരുമെന്ന് നിനക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഞാനും പോൾ ബ്രദർ ഇവിടെ പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന്. നിന്റെ വിശ്വാസമില്ലായ്മയാണ് നിന്റെ കാര്യങ്ങളെ നീ പരമേൽപ്പിക്കുന്നു പറയും. വീണ്ടും എന്നും പരമേൽപ്പിക്കുന്നു പറയണമെങ്കിൽ ആ വിഷയം നിന്റെ കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് നിനക്ക് സ്വാതന്ത്ര്യമില്ല, നീ അടിമത്തത്തിലേക്ക് പോകുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പൗലോസ്ലിയ വ്യക്തമാക്കി പറയാണ്, ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ എന്ന് പറഞ്ഞാൽ ഉറപ്പോടുകൂടി, യാതൊരു ചഞ്ചലിപ്പും കൂടാതെ, യാതൊരു സംശയം കൂടാതെ സ്ഥിരതയോടെ നിൽക്കുവേൻ. അടിമത്തത്തിന്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. അടിമ എന്ന് പറഞ്ഞാൽ നിരാശ, ദുഃഖം, എൻ്റെ കാര്യം ശരിയാകുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥിച്ചിട്ടെന്ന് അതിനൊരു ഉത്തരം ലഭിക്കുന്നില്ലല്ലോ, നിരാശയാ. അങ്ങോട്ട് പ്രാർത്ഥിച്ച ഉടനെ ലഭിക്കണമെന്നുള്ള ആ ചിന്താഗതികളും മാറ്റുക. കാര്യം ഞാൻ പരമേൽപ്പിച്ചേക്കുന്ന ആരെയാണ്? എൻ്റെ സർവശക്തനായ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, എല്ലാത്തിനും കഴിവുള്ള ദൈവത്തിനാണ് ഞാൻ പരമേൽപ്പിച്ചത്. കാര്യം എൻ്റെ ജീവിതം എനിക്ക് ദൈവം ജീവിക്കാൻ അനുവദിച്ചെങ്കിൽ ആ ജീവിതം ദൈവത്തിനെ പരമേൽപ്പിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്നുള്ള ആ ഉറച്ച വിശ്വാസം ദൈവത്തിൽ നിനക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് വിജയം തന്നെ വിജയമായിരിക്കും. അതുകൊണ്ടാണ് 2 ദിനവൃത്താന്തം പറയുന്നത്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 20-ാമത്തെ വചനം പറയുന്നുണ്ട്. ഇതിൽ കയറിയേക്കുന്നവരെല്ലാം ധ്യാനം കൂടിയവരാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എന്നില്. എന്നെ പരമേൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തപൂർവ്വം ഞാൻ നിറവേറ്റുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവകാര്യങ്ങളിൽ പരമേൽപ്പിക്കുന്നുണ്ട്. എന്നും നിങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എനിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ പരമേൽപ്പിച്ചാൽ ദൈവം തമ്പുരാൻ അത് നോക്കിക്കൊള്ളുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ദൈവവചന പ്രഘോഷകനാണ്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, ദൈവത്തിന്റെ നാമം വേറി നടക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവനാമം ദുഷിക്കാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് നിങ്ങളുടെ കാര്യം നടത്തി തരുമെന്ന്, നിങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ പരമേൽപ്പിക്കുന്നുമില്ല, നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം നിങ്ങളിൽ തന്നെ കുടികൊള്ളുകയാണ്, നിങ്ങളുടെ വേദനകൾ നിങ്ങളിൽ തന്നെ കുടികൊള്ളുക. വിട്ടുമാറത്തതിന്റെ കാരണം പരമേൽപ്പിക്കുന്നില്ല. ആ സൃഷ്ടാവായ ദൈവത്തെ അങ്ങ് പരമേൽപ്പിച്ചേരെ. നിന്റെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഇന്ന് ഒരു മകൻ മരിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കൂടെ തമിഴ്നാട്ടിലെ 8 വർഷം തമിഴിലെ ശുശ്രൂഷയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മകനാണ്. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും തമിഴും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ശുശ്രൂഷ ചെയ്യുമ്പോഴേ അദ്ദേഹം അതിന് തക്ക പാട്ടുപാടി നല്ല ദൈവമക്കളെ ലയിപ്പിക്കുന്ന ഒരു മകൻ 23 വയസ്സേ ഉള്ളൂ. എഞ്ചിനീയർ വിദ്യാർത്ഥിനിയാണ്. ഇന്ന് വെളുപ്പിനെയാണ് മരിച്ചത്. ഒറ്റ പനി വന്നതേ ഉള്ളൂ പ്രിയമുള്ളവരെ. കാര്യം അതിന് മുമ്പേ ഒരു 5-6 വർഷം മുന്നേ ഞാൻ പ്രവചിച്ചതാണ്, ഈ വീട് നിങ്ങൾക്ക് യോജിച്ചതല്ല, ഈ വീട്ടിൽ നിങ്ങൾ മാറണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ വീടും അതിൻ്റെ അടുത്തുള്ള ദേവാലയമൊക്കെ അടുത്തായതുകൊണ്ട് പോയി വരാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് വിട്ടിട്ട് പോകാനുള്ള മടി കൊണ്ട് അത് വിറ്റില്ലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് മകനെ ക്യാൻസർ പിടികിട്ടത്.
ഈ മകന് ക്യാൻസർ പിടിപെട്ടു. ആ ക്യാൻസറിന് വേണ്ടിയിട്ട് വീട് വിൽക്കേണ്ടി വന്നു. അത് മുഴുവനും ചികിത്സയ്ക്ക് ചെലവായി. ക്യാൻസർ രോഗമെല്ലാം നോർമലായി. അത് ആ മകൻ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഉടൻ തന്നെ അമ്മ ആശുപത്രിയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിനുശേഷം വീണ്ടും ഈ കുഞ്ഞിനെ മിനിഞ്ഞാന്ന് ഇദ്ദേഹം പാട്ടുകാരന് നമ്മുടെ ആന്റണി മരുതന്റെ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം തിരിച്ചു പോയതും ഇതാ കുഞ്ഞിന് പനി വന്നു, അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇന്ന് വെളുപ്പിനെ മരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മുടെ ജീവൻ ഏത് സമയത്താണ് മരണം നമ്മളെ പിടികൂടും നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. കാര്യം നമ്മുടെ ജീവിതം കർത്താവിനെ പരമേൽപ്പിച്ചാൽ അതൊരു നല്ല മരണം വഴി പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസം വേണം. ഇതിപ്പം നീ നോക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിന്റെ പ്രശ്നങ്ങളിലേക്ക് നീ നോക്കിക്കൊണ്ടിരിക്കും. ആ പ്രശ്നം അവിടെ തന്നെ ഇരിക്കും, മാറത്തില്ല. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലെ 20-ാമത്തെ വചനം പറയുന്നു, ഏകോസപ്പുക അതിരാവിലെ, ഇതാണ് പിറ്റേ ദിവസം അതിരാവിലെ തെക്കോവ മരുഭൂമിയിലേക്ക്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 20-ാമത്തെ വചനം. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ, എന്നെ പരമേൽപ്പിച്ചെങ്കിൽ ഞാൻ അത് കർത്താവിനെ പരമേൽപ്പിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ നിങ്ങൾ 2 പേരിലും വിശ്വാസം അർപ്പിച്ചാലേ അതിനായി ധ്യാനം കൂടാൻ പറയുന്നത്, ഈ നമ്മുടെ സൂമി കയറാൻ പറയുന്നത്. വിശ്വാസം അർപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ എല്ലാത്തിലും വിജയം വരിക്കത്തുള്ളെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യഹോശോബാത്ത എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ദൈവത്തിന്റെ ദാസൻ, അവരോട് അഭിസംബോധന ചെയ്ത് പറയുകയാണ്. എന്താണ് അഭിസംബോധന ചെയ്ത് പറയുന്നത്? യൂദാ ജെറുസലേം നിവാസികളെ, നിങ്ങളുടെ ദൈവമായ നിങ്ങൾ കേൾക്കുവിൻ. ജെറുസലേം നിവാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, ഇതിൻ്റെ അകത്ത് കാലിഫോർണിയ നിന്നുള്ളവരുണ്ട്, അതുപോലെ ഇസ്രായേലിൽ നിന്നുള്ളവരുണ്ട്, UK നിന്നുള്ളവരുണ്ട്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ ഇന്ന് ഇതിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയുകയാണ്, ജെറുസലേം യൂദാ നിവാസികളെ കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. കണ്ടോ, ഇവിടെ നമ്മളെ സങ്കീർത്തനം 37:5 പറഞ്ഞതുപോലെ നിന്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്ന് ആ തിരുവചനം, ഇന്നത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിന്റെ പക്കൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. ഇത് നമ്മളെ പരമേൽപ്പിക്കത്തുമില്ല, നമ്മുടെ വിശ്വാസമില്ല. നമ്മളെ അവിശ്വാസികളായി ചഞ്ചലകൃതരായി ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സമയങ്ങളിൽ നിശ്ചയിച്ച സമയത്ത് വേണ്ടതുപോലെ നടക്കുമെന്ന് നീ വിശ്വസിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരായി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക. പ്രിയമുള്ളവരെ, കർത്താവിനെ പരമേൽപ്പിക്കുമ്പോൾ നമുക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ ദൈവത്തിലെല്ലാം പരമേൽപ്പിച്ചു, എൻ്റെ ദൈവം ഞാൻ ചോദിച്ച കാര്യങ്ങളും എൻ്റെ ആവശ്യങ്ങളും നിറവേറ്റി തരുമെന്ന് കർത്താവിൽ ഒരു വിശ്വാസം വേണം. ഇത് പരമേൽപ്പിക്കത്തുമില്ല, വിശ്വാസമില്ല. ഏൽപ്പിച്ചെന്ന് തുടരെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ തുടരെ പറഞ്ഞ് പരമേൽപ്പിക്കുക എന്ന്. പ്രിയമുള്ളവരെ, പരമേൽപ്പിച്ചാൽ നിനക്കൊരു വിശ്വാസം വേണം, എൻ്റെ ദൈവം അത് നടത്തി തരും. ഞാനും ഒരു കാര്യം ഒരാളോട് പറഞ്ഞാൽ ആ കാര്യം നടത്തി തരുമെന്ന് എനിക്ക് ആ വ്യക്തിയിൽ വിശ്വാസം വേണം. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന്. കാര്യം കർത്താവിനെ പരമേൽപ്പിച്ചേക്കുന്നത്. രണ്ടാമത് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ജോർജ് ബ്രദറിനെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാ. അത് വചനം പറയുന്നു, അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ. അവിടുന്ന് പറയുന്ന പ്രവാചകൻ പറയുന്നത് വിശ്വസിക്കണം. ഇന്ന് ഞാൻ ആ മരിച്ചുപോയ കുഞ്ഞിന്റെ അപ്പനോട് സംസാരിച്ചു, എൻ്റെ പാട്ടുകാരനോട്. ഞാൻ എന്നേ പറഞ്ഞതായിരുന്നു, അത് വിറ്റ് മാറെ. അവിടെ രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരുന്നത് കാണുന്നു. വരുന്ന ദുരിതങ്ങൾ വരുന്നതിന് മുമ്പേ പ്രവചിച്ചതാ. ആന്റണി മരുതൻ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ പറയുമ്പോൾ. കാര്യം അതൊരു ഇടുക്കവും ഞെരുക്കമുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ദൈവം തമ്പുരാൻ പറയുന്നു, മകനെ, നീ ശുശ്രൂഷകനാണ്, നീ ദൈവത്തിന്റെ മകനാണ്, സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണം. നീ ഇടുക്കിൽ വേണ്ട, മാറുമോ? സുഖ സൗകര്യങ്ങൾ നോക്കിയിട്ട് അത് മാറിയില്ല. അതിന്റെ ഫലം ഇതാ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അത് തന്നെ ഇന്ന് അപ്പോൾ കുഞ്ഞു മരിച്ചതിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം തന്നു, ദൈവം എടുത്തു.
അതുകൊണ്ട് നമ്മളെ കിടന്ന് രോഗിയായിട്ട് കിടന്നപ്പോൾ എത്രമാത്രം വേദന വന്നു, വീട് വരെ വിൽക്കേണ്ടി വന്നില്ലേ? അപ്പൊ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെയല്ലേ അവൻ ദൈവസന്നിധിയിലേക്ക് പോയത്. അതുകൊണ്ട് ആശ്വസിക്കുക. ആ തിരുവചനം പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ഇപ്പം ഞാൻ വചന പ്രഭാഷണം തുടങ്ങുന്നത്. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ സുരക്ഷിതരാകും. അവിടുത്തെ പ്രവാചകന്മാർ പറയുന്നതും കൂടെ കേൾക്കണം. ധ്യാനം കൂടി ഒരൊറ്റ പോക്ക, പൊടിയും തട്ടിപ്പിടിച്ച, പിന്നെ അവരുടെ അഡ്രസ്സ് പോലും ഇല്ല. ചിലർക്ക് കൗൺസിലിംഗ് മതി, ഇതിലൊക്കെ ഒന്ന് കയറാൻ പറഞ്ഞ സമയമില്ല. ആ സമയക്കുറവ് ഏതിനാണ് നീ കൊടുക്കുന്നത്? അത് നഷ്ടപ്പെടുമ്പോൾ നീ തീർച്ചയായിട്ടും വരും, ദൈവത്തിന്റെ വചനം കേൾക്കാൻ വരും. ഈ എളിദാസിനെ കൂടി ദൈവം തമ്പുരാൻ പ്രവചിച്ച കാര്യങ്ങൾക്ക് നീ ഒന്നാമതായിട്ട് വില കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ നിന്റെ കാര്യം ചെയ്തു തരും. നീ നിന്റെ സമയങ്ങളും നിന്റെ സന്ദർഭങ്ങളും നിന്റെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എടുക്കുന്നുണ്ടല്ലോ. ദൈവകാര്യത്തിന് അല്പം മാറ്റിവെക്ക്. ആഴ്ചയിൽ 3 ദിവസമുള്ളൂ. അതിലൊന്ന് പ്രവേശിച്ചാൽ നിനക്ക് ഒന്നുകൂടെ വിശ്വാസം വർദ്ധിപ്പിക്കും, ഒന്നുകൂടെ പ്രാർത്ഥന ചൈതന്യം നിൽക്കും. നിനക്ക് വചനം കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ജീവൻ കിട്ടും. അതിനാ കേറെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ ഇതാ ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങൾ സുരക്ഷിതരാകും. അവിടുത്തെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾ വിജയം വരിക്കും. കണ്ട, തോൽവിയല്ല അവിടെ സംഭവിക്കുന്നത്, വിജയമാണ് കിട്ടുന്നത്. പിന്നെ പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും എല്ലാം ഒരു വിശ്വാസമില്ലാത്ത ജാതികളായിട്ട് മാറിയിരിക്കുക, അവിശ്വാസികളായിട്ട് മാറിയിരിക്കുക. കാര്യം വിശ്വസിച്ചിട്ടും ചഞ്ചല ഹൃദയമാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 7-8 വചനം പറയുന്നു, എല്ലാ കാര്യത്തിലും സംശയമനസ്കനും ഇതാ ചഞ്ചല ഹൃദയനും കർത്താവിൽ നിന്ന് ഒന്നും ലഭിക്കത്തില്ല എന്ന് ഓർത്തുകൊള്ളുകയാണ്. ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ തിരുവചനം ഞാൻ പറയുകയാണ്, ഉറപ്പോട് പറയുകയാണ്, നിന്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്ക്. നിന്റെ ഭർത്താവ് നിന്റേതല്ല, നിന്റെ മക്കൾ നിന്റേതല്ല, ആരോഗ്യം നിന്റേതല്ല, ഭവനം നിന്റേതല്ല, നിന്റെ ജോലി നിന്റേതല്ല, ഒന്നുമല്ല നിന്റെ. നീ നഗ്നനായിട്ട് വന്ന് നഗ്നനായിട്ട് തന്നെ തിരിച്ചു പോകേണ്ടിയവനാണെന്നുള്ള ഒരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നിന്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിച്ച് ജീവിക്കുമ്പോൾ ദൈവം നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. സങ്കീർത്തനം 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വചനം അത് വ്യക്തമാക്കി തരുന്നുണ്ട്. കർത്താവിൽ നിങ്ങൾ പരമേൽപ്പിക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിന്റെ കാര്യം വിജയപ്രദമാകും. ഇതാ അവിടുത്തെ പ്രവാചകന്മാരത് നിങ്ങളോട് പ്രഘോഷിക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. നമുക്ക് ദൈവവചനം കേൾക്കാൻ സമയമില്ല. പ്രാർത്ഥിക്കാം, എത്ര നേരം വേണമെങ്കിലും മുട്ടുമേൽ നിന്ന് നെഞ്ചത്തടിക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവവചനം കേട്ടത് അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ദൈവസന്നിധി നമ്മൾ പരമേൽപ്പിക്കുന്നില്ല. പരമേൽപ്പിക്കുന്നെന്ന് വാ കൊണ്ട് 500 വട്ടം പറയും. പക്ഷെ ഇപ്പോഴും നിന്റെ കയ്യിൽ തന്നെയാണ് ആ പ്രശ്നവും ആ ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും എല്ലാം. നീ ഒന്ന് പരമേൽപ്പിച്ചാൽ നീ സ്വാതന്ത്ര്യമായിട്ട് നിനക്ക് ജീവിച്ചുമൊക്കെ നീ ഒന്നിനും അടിമയാകത്തില്ല. ദൈവം തമ്പുരാൻ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 5-6 പറയുന്നത്, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. ഈ വചനം നമ്മൾ പലപ്പോഴും കേട്ടെങ്കിൽ ഇന്നത്തെ തിരുവചനത്തിലൂടെ വ്യാഖ്യാനത്തിന്റെ ആ വചനത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കുക. നിങ്ങൾ ദൈവത്തിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്നാൽ മതി. അപ്പൊ കർത്താവിൽ വിശ്വാസം ഉറപ്പിക്കുക, ദൈവം ചെയ്തു തരും. നിശ്ചയമായിട്ടും അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് തക്ക സമയത്ത്, ഈ പുതിയ നിയമത്തിലെ ഈ വചനം, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളും അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന്. തക്ക സമയത്ത് നിന്നെ ഉയർത്തും. പക്ഷെ നീ പരമേൽപ്പിച്ചാലല്ലേ പറ്റുമോ? നാളെ ഞങ്ങള് പോകുന്നുണ്ട്, 1 ഏക്കർ സ്ഥലം നമുക്ക് ധ്യാന കേന്ദ്രത്തിന് വേണ്ടി തരാമെന്ന് പറഞ്ഞു. അവർ തരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ പരമേൽപ്പിച്ചാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ വിശ്വാസം അവർക്ക് ഉണ്ടോ ഇല്ലയോ നാളെ അറിയാം. തരാമെന്ന് പറഞ്ഞു. കർത്താവിനെ പരമേൽപ്പിക്കണം. കർത്താവ് അത് ഏത് രീതിയിലെങ്കിലും അത് നടത്തി തരും. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇരുന്ന് സ്തുതിക്കുവാൻ, സ്വാതന്ത്ര്യമായിട്ട് ദൈവവചനം കേൾക്കുവാൻ, സ്വാതന്ത്ര്യമായിട്ട് പൈസ ഇല്ലാത്തവരെ പോലും ധ്യാനിപ്പിക്കുവാൻ നമുക്കൊരു ഇടമില്ലാതിരുന്നുകൊണ്ടാണ് ഇന്ന് 900 റുപ്പീസിനൊക്കെ നമ്മൾ കൊടുത്തിട്ട് അവിടെയൊക്കെ താങ്ങേണ്ടി വന്നത്. അപ്പൊ അതെല്ലാം കേട്ടപ്പോൾ ഒരു ദമ്പതിമാർക്ക് സന്മനസ് തോന്നിയിട്ട് 1 ഏക്കർ സ്ഥലം തരാമെന്ന് പറഞ്ഞ് നാളെയാണ് അത് നോക്കാൻ പോകുന്നത്. വേണോ വേണ്ടായോ എന്ന് ദൈവം തമ്പുരാൻ തീരുമാനിക്കണം. അവര് തരാമെന്ന് പറഞ്ഞുകൊണ്ട് 2 കൈ നീട്ടി മേടിക്കാൻ ഞാൻ തയ്യാറല്ല. ദൈവത്തിന്റെ പദ്ധതിയാണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്ന് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും. ഇതേ മകനെ, ഇത് നിനക്കുള്ളതാണെന്ന് ദൈവം തമ്പുരാൻ എൻ്റെ കാതുകളിൽ പറഞ്ഞാൽ മാത്രമേ അത് ഏറ്റെടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു പോരും. കാര്യം എനിക്കറിയാം, ഒരു 10 വർഷം മുന്നേ ഗൂഡല്ലൂര് എനിക്ക് 2 ഏക്കർ സ്ഥലം, അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കെട്ടിടങ്ങളും പണിത് തരാമെന്നും പറഞ്ഞ്
ഗൂഡല്ലൂരിലുള്ള ഒരു ചേട്ടൻ, ഒരു പെന്തിക്കോസ് പാസ്റ്ററാ. അദ്ദേഹത്തിന്റെ കാല് പൊട്ടി എളിഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ കരങ്ങൾ വഴി അതെല്ലാം ഒന്ന് വടിച്ചു കളയാൻ പറഞ്ഞു. ഈ പച്ച കൈ കൊണ്ട് ഗ്ലൗസ് ഇടാതെ ആ കാലെ പിടിച്ചൊന്ന് വടിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലവും രക്തവും എല്ലാം കൂടെ താഴെ ഒഴുകാൻ തുടങ്ങി. ഞാൻ കൈ കഴിയിട്ട് നാറ്റം മാറുന്നില്ല. പക്ഷെ ഞാൻ തിരിച്ചു പോരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ വ്രണങ്ങൾ ഉണങ്ങിപ്പോയി. അദ്ദേഹം ആ ലോകത്തെ ആ ഏരിയ ഗൂഡല്ലൂർ ദേശത്ത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ദൈവസന്നിധി വിശ്വസിച്ച് നമ്മുടെ ധ്യാനം വന്നുകൂടി, കത്തോലിക്ക സഭയുടെ ധ്യാനം കൂടി. അയാൾ അതിനുശേഷം അയാൾ വാഗ്ദാനം ചെയ്തതാണ്, ബ്രദറെ, ധ്യാന കേന്ദ്രം എൻ്റെ 2 ഏക്കർ സ്ഥലത്ത് ചെയ്തു തരാം. എനിക്ക് 10-40 ഏക്കർ തേയില കൃഷിയുണ്ട്, അതിലെ 2 ഏക്കർ റോഡ് സൈഡിൽ തന്നെ തരാമെന്ന്. ഞങ്ങളെ ഒരു കൂട്ടം ജനങ്ങളെല്ലാം കൂടെ പോയി നോക്കി, ഞങ്ങളുടെ ടീമംഗങ്ങളെല്ലാം പോയി നോക്കി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് സന്ദേശം കിട്ടി, ഇത് വേണ്ട എന്ന് പറഞ്ഞേക്കാൻ. അദ്ദേഹം ഇന്നും പ്രഘോഷിച്ച് നടക്കുക. സത്യത്തിന്റെ പാതയിൽ കൂടി എന്ത് ദാനം ചെയ്തിട്ട് കൊടുത്തിട്ട് മേടിക്കാത്ത ഒരു വചന പ്രഘോഷനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു പാസ്റ്ററാണ്, ബെന്തിക്കോസ് പാസ്റ്ററാണ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബോംബെ ജോർജ് ബ്രദർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ദൈവത്തിന്റെ സന്ദേശം കിട്ടിയാൽ എടുക്കത്തുള്ളെന്ന് പറഞ്ഞു വന്നു. അത് വേണ്ട എന്ന് പറഞ്ഞു, എടുത്തില്ല. ഇന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുക. എന്നെ കുടുക്കിലാക്കാനാണോ, സാത്താന്റെ കുടിലെ തന്ത്രമാണോ എന്ന് അറിയണമെങ്കിൽ നാളെ നമുക്കറിയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ, നിങ്ങളും പ്രാർത്ഥിപ്പേൻ. നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ആരുടെയും അടിമയാകാതെ ദൈവവചനം മായം കൂടാതെ ചേർത്ത് പറയണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണം. നമുക്ക് തന്നെ ഒരു സ്ഥലം വേണം, നമുക്കൊരു ട്രസ്റ്റ് വേണം. ഇതെല്ലാം ഉണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇപ്പോൾ ദൈവം ഉയർത്തുന്നെങ്കിൽ ഉയർത്തട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇവിടെ കർത്താവ് പറയാണ്, കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴിൽ ദൈവത്തെ പരമേൽപ്പിക്കുന്നവർ, നിന്റെ വിഷയങ്ങൾ പരമേൽപ്പിച്ചെങ്കിൽ, നിങ്ങളുടെ മക്കളെ പരമേൽപ്പിച്ചെങ്കിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മദ്യപാനം, നിങ്ങളുടെ തകർച്ചകൾ പരമേൽപ്പിച്ചെങ്കിൽ, നിങ്ങളുടെ രോഗങ്ങൾ പരമേൽപ്പിച്ചെങ്കിൽ, ആരെയാണ്? സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ ആണ് നിങ്ങൾ പരമേൽപ്പിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങളിൽ ഒന്നുമില്ല. അവിടുത്തെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരിൽ പ്രവചിക്കുന്ന ഈ ബ്രദർ പറയുന്ന കാര്യങ്ങള് പ്രവചനമാണ്. നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾ വിജയം വരിക്കും എന്ന് 2 ദിനവൃത്താന്തം 20:20 പറഞ്ഞപ്പോൾ ഇത് എന്തുകൊണ്ടാ പറഞ്ഞത്? ഇതാ 1 പത്രോസ് 5:6 പറയുന്നു. എന്താ പറയുന്നത്? ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ പിന്നെ താഴ്മയോടെ നിൽക്കണം. അതായത് പരമേൽപ്പിച്ചെങ്കിൽ ആ പരമേൽപ്പിച്ച ആളിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടം പ്രവർത്തിക്കുക, ദൈവവചനം കേട്ട് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുക, നിന്റെ ഇഷ്ടം മാറ്റിക്കളയുക. അപ്പോൾ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. 1 പത്രോസ് 5:6 പറയുന്നു, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. എപ്പോഴാണ് തക്ക സമയം? നിനക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് ദൈവം തമ്പുരാൻ ഇടപെടും. അതിനു മുമ്പേ നിന്റെ ഉത്കണ്ഠകളും നിന്റെ ആകുലതകളും നിന്റെ നിരാശകളും നിന്റെ എല്ലാം നീ അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇത്രയും വ്യക്തമായിട്ട് ഒരു തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് അവിടുത്തെ മനസ്സിലുണ്ട്, നാശത്തിനുള്ള ക്ഷേമത്തിനുള്ളതാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ദൈവത്തെ പരമേൽപ്പിക്കുന്നില്ല. എൻ്റെ വിഷയങ്ങൾ ഞാൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നതിന് ഒരു വിലയും കൊടുക്കുന്നില്ല. കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് ധ്യാനം കൂടിയവർ എന്തും വേണ്ടി ആൾക്കാർ ഇതിൻ്റെ അകത്ത് വന്നേനെ. ഒരുപക്ഷെ ആൾക്കാരും അനുഗ്രഹം കിട്ടി പോയവരാ. ഇതിനകത്ത് അനുഗ്രഹം കിട്ടി എപ്പോഴും സജീവമായിട്ട് പങ്കുചേരുന്നവരാ ഇതിൻ്റെ അകത്ത് കൂടുതലുള്ളവര്. ബാക്കിയൊക്കെ അനുഗ്രഹം കിട്ടിപ്പോയി. ഇനി അടി കിട്ടുമ്പോഴേ തിരിച്ചു വരത്തുള്ളൂ. ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഒരു മാമൻ ചേട്ടനെ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ വ്യക്തമാക്കി പറയുക. എൻ്റെ കൂടെ പോൾ ബ്രദറും ജീവിത പങ്കാളി ഉണ്ടായിരുന്നു. 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ കാണുന്നത്. ബംഗ്ലാവ്, രാജകൊട്ടാരം പോലെ കിടന്ന ബംഗ്ലാവിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഭൂത ബംഗ്ലാവായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ അതുപോലെ പറഞ്ഞു, ഇപ്പൊ ഒരു ഭൂത ബംഗ്ലാവാണല്ലോ. അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞു, അതേ ബ്രദറെ, രണ്ടും അങ്ങനായി. പിള്ളേരെ ഓരോന്ന് പരമേൽപ്പിച്ചു. ഇപ്പൊ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ രോഗിയായി മാറി. ഇപ്പം കടബാധ്യതകൾ കേടി കോടികളുടെ കടബാധ്യതകളായി. അവരുടെ 1 ഏക്കർ സ്ഥലം ഉണ്ട്, അതൊന്ന് വിറ്റ് കിട്ടണം. അപ്പോഴാ സിസ്റ്ററിനെ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ബ്രദറിന്റെ പഴയ നമ്പർ തന്നെയാ, ബ്രദറിനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മാമച്ചായം വിളിച്ചോളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, വിളിച്ചു. എന്നാൽ നിങ്ങളൊന്ന് ഓർത്തുകൊള്ളണം, എന്നെ കാത്ത്
മണിക്കൂറുകളോളം റോഡിൽ നിൽക്കുകയായിരുന്നു, മണിക്കൂറുകളോളം. ഞങ്ങൾ കടന്നു ചെന്നു. ആ ചേച്ചി എഴുന്നേറ്റ് വന്ന് അതും രോഗം പിടിച്ചു. ആദ്യം ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെല്ലാം മാറിപ്പോയതാ. കർത്താവിനെ പരമേൽപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് അവിടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു, അതുകൊണ്ട് സുഖപ്പെടുത്തിയതാ. അതിനുശേഷം 10 വർഷത്തേക്ക് പിന്നെ ദൈവവും ഇല്ല, ഒന്നുമില്ല. അവരുടെ സമ്പത്ത് വർദ്ധിച്ചു. റിസോർട്ട് ഹോട്ടല്, ഹൗസ് ബോട്ട് ഇതെല്ലാം അങ്ങോട്ട് വർദ്ധിച്ചു. മകൻ ഡോക്ടറിന് പഠിച്ചു, മകന്റെ വിവാഹം കഴിഞ്ഞു. അന്ന് പ്രവചിച്ചതെല്ലാം കഴിഞ്ഞു എന്ന് ഈ മകൻ എന്നോട് പറയുന്നത് കേട്ടോണ്ട് നിൽക്കുകയാണ് പൗലോസ് ബ്രദറും ജീവിത പങ്കാളിയും. പ്രിയമുള്ളവരെ, എല്ലാം സംഭവിച്ചു. പിന്നെ എന്തുകൊണ്ട്, എവിടെ വെച്ച് നിങ്ങൾക്ക് വീഴ്ച വന്നു? അതെ, മക്കളെ പരമേൽപ്പിച്ചു, മക്കളിലെ വിശ്വാസത്തെ പരമേൽപ്പിച്ചത്. പക്ഷെ മക്കളെ അപ്പന്റെ പറയുന്നതല്ല പിന്നെ കേൾക്കുന്നത്, അതായിരിക്കാം സംഭവിച്ചത്. എന്തായാലും കൊള്ളാം, ഇന്നലെ പറമ്പിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു. വിറ്റുപോയാൽ അദ്ദേഹം ജീവനോടെ ഇരിക്കട്ടെ, ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. നമ്മുടെ കയ്യിൽ നിന്നും അല്ലല്ലോ എടുത്തു കൊടുക്കുന്നത്. കർത്താവ് പറഞ്ഞ തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തും. അതുകൊണ്ടാണ് നമ്മൾ ദുർബലരാകരുത് ഒരു കാര്യത്തിലും. സങ്കീർത്തനം 27:14 പറയുന്നില്ലേ, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, നിങ്ങൾ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് ഇടപെടാനായിട്ട് നീ കാത്തിരിക്കണം. ദൈവം തമ്പുരാൻ ഇടപെടാൻ കാത്തിരിക്കുന്ന ഒരു 3 മാസക്കാലം ധ്യാനം കൂടുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിരേ, കർത്താവ് ഇടപെടാൻ പ്രാർത്ഥിരേ, വഴിയൊരുക്ക്. നിങ്ങളെ ധ്യാനത്തിൽ കൂടണം. അടുത്ത ആൾക്കാരെ കൂടെ അടുത്ത മാസത്തേക്ക് പറഞ്ഞു വിടണം. ഇതൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവേഷ്ടം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇവിടെ 14 കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകരുത്. നിന്റെ നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം നികത്തി തരാൻ കഴിവുള്ള ദൈവത്തിലാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രവാചകനിലാണ് പരമേൽപ്പിച്ചേക്കുന്നത്. അവനിൽ കൂടി കേട്ട വചനങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ വിജയം വരിക്കും. ദുർബലരാകരുത്. തക്ക സമയത്ത്, ചിലപ്പോ 1 നിമിഷം മതി, തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളുമെന്ന് പറഞ്ഞു. ദുർബലരാകാതെ ധൈര്യമായിട്ടിരിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞ കർത്താവ് ഇടപെടണം നിന്റെ ജീവിതത്തിൽ. ഒരു മനുഷ്യൻ ഇടപെട്ടാൽ നിന്റെ പ്രശ്നം മാറത്തില്ല, കർത്താവ് ഇടപെടണം. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. അവിടെ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായതുകൊണ്ട് നിന്നെ തക്ക സമയത്ത് ഉയർത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല, പ്രസംഗം നിർത്താൻ പോവുകയാണ്. നമുക്കറിയാം 2 മക്കായവരിലെ 7-ാം അധ്യായത്തിൽ 1 മുതൽ 34 വരെയുള്ള വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 7 മക്കളെ ദൈവേഷ്ടത്തിന് വിട്ടുകൊടുത്ത് 7 മക്കളും വറച്ചട്ടിക്കകത്തിട്ട് വറുത്തപ്പോഴും അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂത്ത മകന്റെ ശരീരം പിഴലി വെട്ടുന്നതിന് മുമ്പായിട്ട് അവന്റെ തൊലി ഇരിഞ്ഞതും 5 മക്കളെയും 6 മക്കളെയും ഇങ്ങനെ ചെയ്തതിനു ശേഷം 7-ാമത്തെ മക്കളെ കൊല്ലാതിരിക്കാൻ ഈ അമ്മയെ രാജാവ് വിളിച്ചിട്ട് പറയുക, നീ അവനെ മനസ്സിലാക്കുക, 6 മക്കളും പോയില്ലേ, ഒന്നെങ്കിലും ജീവനോടിരിക്കട്ടെ, ഞങ്ങള് രാജകൽപ്പന ലംഘിക്കാതിരിക്കാൻ. അപ്പം ഈ അമ്മ പറഞ്ഞു, ഞാൻ അന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് മകന്റെ അത് ഞാൻ ഓർത്തു പോവുകയായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള പ്രത്യാശ, ദൈവമാണ് ജീവൻ തന്നത്. ഈ ആ മക്കളെ വിളിച്ചിട്ട്, മക്കളെ നിങ്ങൾ എൻ്റെ ഉദരത്തിൽ എങ്ങനെ വളർന്നെന്നോ, എങ്ങനെ രൂപം കണ്ടെന്നോ, നിങ്ങൾ ഇത്രയും ആയത് എങ്ങനെയാണെന്നോ എനിക്കറിഞ്ഞുകൂടാ, ഇതെല്ലാം തമ്പുരാന്റെ കളിയായിരുന്നു. അതുകൊണ്ട് ദൈവേഷ്ടം പ്രവർത്തിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഇളയ മകന്റെ 7-ാമത്തെ മകന്റെ തോളി ചാരിക്കിടന്നുകൊണ്ട് പറയുകയാണ്, ആ നീതനായ രാജാവിനോട് പറയുകയാണ്, മോനെ, നിന്റെ 6 സഹോദരന്മാരും പിതാക്കന്മാരുടെ ആ പാരമ്പര്യം മുറുകെ പിടിച്ച് ദൈവേഷ്ടം പ്രവർത്തിച്ച് അവർ ജീവൻ വെടിഞ്ഞെങ്കിൽ നീയും കാണിച്ചു കൊടുക്ക എന്ന് പറഞ്ഞു. അവനും 7-ാമതവനും അവന്റെ മരണം അതിദാരുണ്യമായിട്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതിനുശേഷം അമ്മയും മരിച്ചു. അവരുടെ പ്രത്യാശ ദൈവത്തിലായിരുന്നു. ജീവൻ തന്നവൻ ജീവൻ എടുത്തു, ഇനിയും ജീവൻ തരാനും പുനർജീവിപ്പാനും. അതുകൊണ്ടാണ് മക്കായവരുടെ പുസ്തകത്തിൽ തന്നെ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പുനർജന്മം ഉണ്ട്. ആ ജന്മത്തിൽ ദൈവം തമ്പുരാൻ ആ ഈശോയ്ക്ക് വേണ്ടി, അല്ല ദൈവത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ഇവർക്ക് ജീവൻ കൊടുക്കാതിരിക്കുമോ?
ഇന്നലെ നഷ്ടകഷ്ടങ്ങൾ വന്നാലും ദൈവം തമ്പുരാൻ ഇതാ നിന്നെ വീണ്ടും നഷ്ടപ്പെട്ടു പോയത് തിരഞ്ഞെടുത്ത് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ കടന്നു വന്നതെന്ന് ലൂക്ക 19:10 പറയുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങൾ ഇന്നത്തെ തിരുവചനം കേട്ട് ദൈവസന്നിധിയിലെ വിശ്വാസം അർപ്പിക്കേ, ദൈവസന്നിധിയിലെ സകലതും പരമേൽപ്പിക്കേ. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരാൻ കഴിവുള്ള ദൈവത്തിലെ നിന്റെ കുടുംബത്തെ, നിന്റെ രോഗത്തെ, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എല്ലാം ശക്തനാക്കാൻ കഴിവുള്ള ദൈവത്തിലെ നിന്റെ ജീവിതം പരമേൽപ്പിക്കേ. നിശ്ചയമായിട്ടും നിനക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഈശോ തമ്പുരാൻ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി തരുമെന്ന ഉറപ്പോടുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവസന്നിധിയില് നീ വിശ്വാസം അർപ്പിക്കേ. ദുർബലരാകേണ്ട ഒരു കാര്യത്തിനും നാളെ വരെ ഈ ഒരു നിമിഷം, അതായത് ഒരു നിമിഷം കൂടെ ഉള്ളൂ, കടവാരം അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരുമെന്ന് ഭാരപ്പെട്ടാലും നീ ഒരു കാരണവശാലും ഭാരപ്പെടേണ്ട. ആ ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം. ദൈവം തമ്പുരാൻ അത് നിറവേറ്റി തരുമെന്ന് വിശ്വസിച്ചാൽ നീ ഭാഗ്യവാനായി, നീ ഭാഗ്യവതിയായിട്ട് മാറും. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ജീവിതം കർത്താവിൽ പരമേൽപ്പിച്ച് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ച് ദൈവത്തിന്റെ ശക്തമായ കാര്യങ്ങളിൽ താഴ്മയോടെ നിന്നുകൊണ്ട് ദൈവകാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് വിശ്വാസം അർപ്പിക്കുക. പ്രവാചകന്മാർ നിങ്ങളോട് എന്താണ് കൽപ്പിച്ചു വിട്ടത് അത് നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ 3 മാസം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ദൈവം തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് വിട്ടത്. പക്ഷെ നിങ്ങളോ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല, ഭൂമി കയറുന്നില്ല, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നില്ല, നിങ്ങൾക്ക് തോന്നുമ്പോൾ എഴുന്നേൽക്കും, രാവിലെ എഴുന്നേറ്റ് തല കറങ്ങുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, പിന്നെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ തോന്നല. കർത്താവിനെ പരമേൽപ്പിച്ചാൽ അവൻ നിന്റെ ബലഹീനതയിൽ നിനക്ക് ശക്തി തരും. ശക്തി നിന്റെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. നീ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കത്തില്ല. നീ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നതാണ് നിന്റെ ബലഹീനത. ആ ബലഹീനത ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ചൊരിയും ദൈവം. അപ്പൊ അസാധ്യമായത് സാധ്യമാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവരിൽ കൂടി. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവരിൽ കൂടി എനിക്കെന്തും ചെയ്യാൻ സാധിക്കും. ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം അതേപടി ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്നിൽ കൂടി ദൈവം തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷെ അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, അപ്പോൾ നിങ്ങൾ വിജയം വരിക്കുമെന്ന് പറഞ്ഞ സത്യമാണ്. പക്ഷെ ഇതിനൊന്നും സമയമില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, ദൈവം ഉത്തരവാദിയല്ല. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അനുഭവിക്കും. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ തലയിൽ തന്നെ കിടക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും നിങ്ങളുടെ ജീവിതം തന്നെ പരമേൽപ്പിക്കുക. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, അവിടുന്ന് ചെയ്തു തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.